വചനപരിചയം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു ചെറുചിന്ത. തെറ്റുതിരുത്താൻ തയ്യാറായ മകൻ, മടങ്ങി വരാൻ തയ്യാറായ മകൻ, പിതാവിന്റെ സ്നേഹം അനുതാപത്തോടെ ഓർക്കാൻ സാധിച്ച മകൻ. ആ മകനെ പിതാവ് ചേർത്തണച്ചു. ആ മകന്റെ മടങ്ങിവരവിൽ പിതാവ് ഏറെ സന്തോഷിച്ചു. അവൻ പിതൃഭവന് വിട്ടകന്നുപോയ കാലത്തിലെ തെറ്റുകൾ ആകുന്ന മലിനത നോക്കാതെ അവനെ ചേർത്തണച്ചു, ചുംബിച്ചു. അവന്റെ തെറ്റുകൾ കൊണ്ട് മലിനമായ ദേഹത്തെ മറയ്ക്കാൻ മേത്തരമായ വസ്ത്രം കൊടുത്തു. അവനെ പുത്രനായി സ്നേഹത്തിൽ അംഗീകരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന മോതിരവും, അവന്റെ കാലിൽ ലോക മലിനതകളാൽ പറ്റിയ പൊടി ഇനി അവന്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാതിരിപ്പാൻ ചെരുപ്പും നൽകി. വിശന്ന് അലഞ്ഞ് വലഞ്ഞുപോയ അവന്റെ ജീവിതത്തിന് വേണ്ടി കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷിച്ച് ആനന്ദിപ്പാൻ എല്ലാവർക്കും അവസരം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, വിട്ടുപോകുന്ന വഴികളിൽ എവിടെയോ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം. അടുത്തു ചെല്ലാൻ, പിതാവിനെ സ്നേഹിക്കാൻ, ദൈവത്തോട് പറ്റിച്ചേരാൻ ആഗ്രഹിക്കാം. അവൻ തീർച്ചയായും നമ്മെ കൈക്കൊണ്ട് സ്വർഗീയ ഭണ്ഡാരത്തിലെ സകല അനുഗ്രഹങ്ങളാലും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മേത്തരമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്ന അനുഭവത്തിൽ അനുഗ്രഹിച്ച് സമൃദ്ധിയാക്കി മാറ്റും.